ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. സാധാരണ യാത്രയല്ല, ഒരു ഷിക്കാര ബോട്ട് യാത്രയാണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സ്ഥലം ഏതാണെന്ന്. കുട്ടനാടാണ് കേട്ടോ. കുട്ടനാടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, വെള്ളവും നിലവും തമ്മിൽ അതിരുകളില്ലാതെ ചേരുന്ന ഒരു സ്വർഗ്ഗഭൂമി. അതാണ് കേട്ടോ എനിക്ക് കുട്ടനാടിനെ കുറിച്ച് തരാനുള്ള ഒരു ഡെഫിനിഷൻ. നമ്മുടെ യാത്ര തിരിച്ചത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് കേട്ടോ. അവിടെ ഇതുപോലെ ഒരുപാട് ഷിക്കാര ബോട്ടുകളുണ്ട്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഏകദേശം 2000-3000 അകത്തൊക്കെയാണ് കേട്ടോ ഷിക്കാര ബോട്ട് എടുക്കുമ്പോൾ വരുന്ന റേറ്റ്. വലിയ ഹൗസ് ബോട്ടിനെക്കാട്ടി എന്തുകൊണ്ടും ഈ ഷിക്കാര ബോട്ടിൽ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ശബ്ദവും നിറവും മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രധാന ആകർഷണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, ഫുൾ പാടങ്ങളാണ്. നെൽവയലുകളും അതുപോലെ തന്നെ കായലുകളും ഹൗസ് ബോട്ടുകളും കൊണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ കുട്ടനാട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു യാത്ര ഒരുപാട് നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നടന്നേട്ടോ. നീലാകാശവും പച്ചപ്പും വെള്ളവും ഗ്രാമപ്രദേശങ്ങളും നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് തന്നെ അറിയില്ല കേട്ടോ. ഈ യാത്ര നമുക്കിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കാനേ തോന്നും. ഈ യാത്രയിൽ എന്നെ ആകർഷിച്ച വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ അടുത്തടുത്ത് ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുട്ടനാട് നമ്മുടെ കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇവിടുത്തെ ജീവിത രീതികളും അതുപോലെ പ്രകൃതി രമണീയതയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. യൂട്യൂബർ അർച്ചനാദേവിനെ നിങ്ങൾക്കറിയില്ലേ? ആ കുട്ടിയുടെ വീടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഇതേ കാണിക്കുന്നത്. ആളുടെ വീഡിയോസ് കാണാറുള്ളവർക്കറിയാം, നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെയാണ് ആളുടെ എല്ലാ വീഡിയോസിലും ആൾ കാണിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത് തന്നെ കയർ നിർമ്മാണശാലകളും അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളും താറാവിനെ വളർത്തുക അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന വേറൊന്നാണ് ഭക്ഷണ രീതി കേട്ടോ. കരിമീൻ പൊള്ളിച്ചതും കപ്പയും മീൻകറിയും ഒരു കുപ്പി കള്ളൊക്കെ കുടിക്കണമെങ്കിൽ കുട്ടനാടല്ലേ എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മളും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരിമീൻ്റെ രുചിയും കള്ളിൻ്റെ രുചിയൊക്കെ. പക്ഷേ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 1.5 മണിക്കൂർ നീണ്ടു നിന്ന യാത്ര തന്നെയായിരുന്നു ഷിക്കാര ബോട്ടിൽ ആൾ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് നേരം ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ സമയം പോയത് അറിഞ്ഞതേയില്ല. ഇതുപോലുള്ള വലിയ ഹൗസ് ബോട്ടുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവരൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിടുന്നതാണ് കേട്ടോ ആൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാണാൻ നല്ല രസമുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ ആ ഒരു വള്ളത്തിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കായലിൻ്റെ നടുഭാഗം വരെ നമ്മളെ ഷിക്കാര ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു. വെള്ളത്തിൽ സ്വർണ്ണ നിറം തരുന്ന ഈ നിമിഷം തന്നെയാണ് ഈ കുട്ടനാടൻ യാത്രയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ട് മാറിയത്. കുട്ടനാട് ഒരു സ്ഥലമല്ല, ഒരു അനുഭവമാണ് കേട്ടോ. കുട്ടനാട് ഇതുവരെയും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് പോവാൻ നോക്കണേ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ കുട്ടനാടൻ യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.